വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഫെബ്രുവരി 7 നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്കാരി ആക്ടിന് കീഴിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ, ഒന്ന് മാത്രം. തെറ്റായ പ്രസ്താവന: എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിയമിക്കപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പരിധിയിലുടനീളം അധികാര പരിധിയുണ്ട്. അബ്കാരി ആക്ടിന് കീഴിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ്: എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിയമിക്കപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പരിധിയിലുടനീളം അധികാര പരിധിയുണ്ട്. അബ്കാരി ആക്ടിന് കീഴിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ്: എക്സൈസ് സർക്കിൾ ഓഫീസിൽ നിയമിക്കപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർക്ക് സർക്കിൾ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന താലൂക്കിലുടനീളം അധികാര പരിധിയുണ്ട്. എക്സൈസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ എക്സൈസ് ഇൻസ്പെക്ടർ ആൻറ്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡിന് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന റവന്യൂ ജില്ലയിലുടനീളം അധികാര പരിധിയുണ്ട്. അപ്പോൾ ആ ശരിയായ പ്രസ്താവനകൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. ഭൂമി കൈവശം വച്ചിരിക്കുന്നവരും മറ്റുള്ളവരും ഈ ആക്ട് പ്രകാരം ലൈസൻസ് ഇല്ലാത്ത മദ്യം അല്ലെങ്കിൽ ലഹരിമരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 മാത്രം. മജിസ്ട്രേറ്റ്, അബ്കാരി ഓഫീസർ, ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥൻ. ഭൂമി കൈവശം വച്ചിരിക്കുന്നവരും മറ്റുള്ളവരും ഈ ആക്ട് പ്രകാരം ലൈസൻസ് ഇല്ലാത്ത മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകണം. മജിസ്ട്രേറ്റ്, അബ്കാരി ഓഫീസർ, ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥൻ. COTPA അതായത് കോട്ട്പ നിയമപ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഒരു കുറ്റവാളിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ചുമത്താവുന്ന പിഴ ഡാഷിൽ കവിയാൻ പാടില്ല. ഓപ്ഷൻ ഡി, 2 മാത്രം, 200 രൂപ. COTPA നിയമപ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഒരു കുറ്റവാളിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ചുമത്താവുന്ന പിഴ ഡാഷിൽ കവിയാൻ പാടില്ല. എത്ര രൂപയാണ്? 200 രൂപ. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിലുള്ള ഹൈറാർക്കിക്കൽ നിരയിലെ എക്സൈസ് ഇൻസ്പെക്ടറുടെ അടുത്ത മേലുദ്യോഗസ്ഥൻ. ഓപ്ഷൻ ബി, 1, 2, 3. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, എക്സൈസ് ഡിവിഷൻ ഓഫീസർ മാനേജർ, EHQ സൂപ്രണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിലുള്ള ഹൈറാർക്കിക്കൽ നിരയിലെ എക്സൈസ് ഇൻസ്പെക്ടറുടെ അടുത്ത ഔദ്യോഗിക മേലുദ്യോഗസ്ഥൻ. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, എക്സൈസ് ഡിവിഷൻ ഓഫീസ് മാനേജർ, EHQ സൂപ്രണ്ട്. അബ്കാരി ആക്ട് പ്രകാരം അബ്കാരി ഇൻസ്പെക്ടർമാരുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി, മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയായ പ്രസ്താവനകൾ: അബ്കാരി ഇൻസ്പെക്ടർ എന്നാൽ അബ്കാരി ആക്ടിൻ്റെ 4D പ്രകാരം നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നാണ് അർത്ഥമാക്കുന്നത്. റേഞ്ച് ഓഫീസുകളിൽ നിയമിക്കപ്പെടുന്ന എക്സൈസ് ഇൻസ്പെക്ടർക്ക് അബ്കാരി ആക്ട് പ്രകാരം അബ്കാരി ഇൻസ്പെക്ടറുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്കിന് മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരം നൽകി. അബ്കാരി ആക്ട് പ്രകാരം അബ്കാരി ഇൻസ്പെക്ടർമാരുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി?
അബ്കാരി ഇൻസ്പെക്ടർ എന്നാൽ അബ്കാരി ആക്ടിൻ്റെ 4D പ്രകാരം നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നാണ് അർത്ഥമാക്കുന്നത്. റേഞ്ച് ഓഫീസുകളിൽ നിയമിക്കപ്പെടുന്ന എക്സൈസ് ഇൻസ്പെക്ടർക്ക് അബ്കാരി ആക്ട് പ്രകാരം അബ്കാരി ഇൻസ്പെക്ടറുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്കിന് മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരം നൽകി. അബ്കാരി ആക്ടിലെ സെക്ഷൻ 4D പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ആണ് അബ്കാരി ഇൻസ്പെക്ടർമാരെ നിയമിച്ചത്. അവർക്ക് അബ്കാരി ആക്ട് ഭാരമേൽപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ചുമതലകളും നിർവഹിക്കാൻ കഴിയും. മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ ഏതാണ് സെക്ഷൻ 4Dയിൽ വിവരിക്കുന്ന ചുമതലകൾക്കും അധികാരങ്ങൾക്കും അനുയോജിക്കുന്നത്? ഓപ്ഷൻ ബി സെക്ഷൻ 40 മുതൽ 53 വരെ രണ്ടും ഉൾപ്പെടെ. അബ്കാരി ആക്ടിലെ സെക്ഷൻ 4D പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചാണ് അബ്കാരി ഇൻസ്പെക്ടർമാരെ നിയമിച്ചത്. അവർക്ക് അബ്കാരി ആക്ട് ഭാരമേൽപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ചുമതലകളും നിർവഹിക്കാൻ കഴിയും. മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ ഏതാണ് സെക്ഷൻ 4Dയിൽ വിവരിക്കുന്ന ചുമതലകൾക്കും അധികാരങ്ങൾക്കും അനുയോജിക്കുന്നത്? സെക്ഷൻ 40 മുതൽ 53 വരെ രണ്ടും ഉൾപ്പെടെ. അബ്കാരി ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം പ്രത്യേക പെർമിറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിന് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ അധികാരങ്ങൾ വിപുലീകരിക്കുന്നു. ഇവിടെ സെക്ഷൻ 11 കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻ ബി ട്രാൻസ്പോർട്ട് പെർമിറ്റ്. അബ്കാരി ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം പെർമിറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിന് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ അധികാരങ്ങൾ വിപുലീകരിക്കുന്നു. ഇവിടെ സെക്ഷൻ 11 കൈകാര്യം ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് പെർമിറ്റ്. അബ്കാരി നിയമത്തിന് കീഴിലുള്ള ഗതാഗതം എന്നാൽ ഓപ്ഷൻ എ സംസ്ഥാനത്തിനുള്ളിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറാൻ. അബ്കാരി നിയമത്തിന് കീഴിലുള്ള ഗതാഗതം എന്നാൽ സംസ്ഥാനത്തിനുള്ളിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറാൻ. ലൈസൻസ് ഉള്ള സ്ഥലങ്ങൾ പരിശോധിക്കാൻ അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുന്നു? ഓപ്ഷൻ സി 32. ലൈസൻസ് ഉള്ള സ്ഥലങ്ങൾ പരിശോധിക്കാൻ അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുന്നു? 32. ബ്രൂവറി നിയന്ത്രിക്കാൻ എക്സൈസ് വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനെ നിയമിച്ചു? ഓപ്ഷൻ ബി ഓപ്ഷൻ ബി സർവേയിങ് ഓഫീസർ. ബ്രൂവറി നിയന്ത്രിക്കാൻ എക്സൈസ് വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനെ നിയമിച്ചു? സർവേയിങ് ഓഫീസർ. വൈനറികൾ പരിശോധിക്കാൻ അധികാരമുള്ള താഴെ പറയുന്ന ഓഫീസർമാർ ആരാണ്? ഓപ്ഷൻ ബി എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ റാങ്കിലും അതിനു മുകളിലുമുള്ള എക്സൈസ് വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും. വൈനറികൾ പരിശോധിക്കാൻ അധികാരമുള്ള താഴെ പറയുന്ന ഓഫീസർമാർ ആരാണ്? എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ റാങ്കിലും അതിനു മുകളിലുമുള്ള എക്സൈസ് വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും. അബ്കാരി ഓഫീസറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ 1077 അബ്കാരി ആക്ട് 1 സെക്ഷൻ 4 അല്ലെങ്കിൽ 5 പ്രകാരം നിയമപരമായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ അധികാരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തി. അബ്കാരി ഓഫീസറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ 1077 അബ്കാരി ആക്ട് 1 സെക്ഷൻ 4 അല്ലെങ്കിൽ 5 പ്രകാരം നിയമപരമായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ അധികാരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തി. അബ്കാരി നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് അബ്കാരി നിയമങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന് സംശയിക്കുന്ന വ്യക്തികളെ അബ്കാരി ഇൻസ്പെക്ടർക്ക് വിളിപ്പിക്കാം? ഓപ്ഷൻ ഡി 48. അബ്കാരി നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് അബ്കാരി നിയമങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ സംശയിക്കുന്ന വ്യക്തികളെ അബ്കാരി ഇൻസ്പെക്ടർക്ക് വിളിപ്പിക്കാം? 48. താഴെ പറയുന്നവയിൽ ആരാണ് അബ്കാരി ഓഫീസർ അല്ലാത്തത്? ഓപ്ഷൻ ബി ഡ്രഗ് ഇൻസ്പെക്ടർ. അബ്കാരി ഓഫീസർ അല്ലാത്തത് ഡ്രഗ് ഇൻസ്പെക്ടറാണ്. താഴെ പറയുന്നവയിൽ അബ്കാരി ഓഫീസർമാരാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, എക്സൈസ് ഇൻസ്പെക്ടർ, റവന്യൂ വകുപ്പിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അബ്കാരി ഓഫീസർമാർ ആരൊക്കെയാണ്? എക്സൈസ്
ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ജില്ലാ യൂണിറ്റിൻ്റെ തലവനായി നിയോഗിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ എക്സൈസ് ഇൻസ്പെക്ടർ. എക്സൈസ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ജില്ലാ യൂണിറ്റിൻ്റെ തലവനായി നിയോഗിക്കപ്പെട്ടത് ആരാണ്? എക്സൈസ് ഇൻസ്പെക്ടർ. എക്സൈസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെയും ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിനെയും കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് 1, 2, 4. എക്സൈസ് എൻഫോഴ്സ്മെൻറ്റിനെയും ആൻറ്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡിനെയും കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവനകൾ. ജില്ലയിൽ അനധികൃത മദ്യ അല്ലെങ്കിൽ മയക്കുമരുന്ന് ശേഖരണം, വിപണനം, കടത്ത്, ഉപഭോഗം എന്നിവ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുക. NDPS കേസുകൾ അന്വേഷിച്ച് തുടർ നടപടി സ്വീകരിക്കുക. കണ്ടെത്തിയ അബ്കാരി കേസുകൾ ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യുക. എക്സൈസ് എൻഫോഴ്സ്മെൻറ്റിനെയും ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിനെയും കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ജില്ലയിൽ അനധികൃത മദ്യ അല്ലെങ്കിൽ മയക്കുമരുന്ന് ശേഖരണം, വിപണനം, കടത്ത്, ഉപഭോഗം എന്നിവ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുക. NDPS കേസുകൾ അന്വേഷിച്ച് തുടർ നടപടി സ്വീകരിക്കുക. കണ്ടെത്തിയ അബ്കാരി കേസുകൾ ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യുക. നിയമത്തിലെ ഏതു വകുപ്പാണ് ചികിത്സയ്ക്കായി സ്വമേധയാ സന്നദ്ധരായ ആസക്തികളെ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുന്നത്? ഓപ്ഷൻ എ 64A. NDPS നിയമത്തിലെ ഏതു വകുപ്പാണ് ചികിത്സയ്ക്കായി സ്വമേധയാ സന്നദ്ധരായ ആസക്തികളെ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുന്നത്? 64A. 2016 രൂപീകരിച്ച കേരള സംസ്ഥാന ലഹരി വർജന മിഷന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞത്തിൻ്റെ പേര്? ഓപ്ഷൻ ഡി വിമുക്തി. 2016 രൂപീകരിച്ച കേരള സംസ്ഥാന ലഹരി വർജന മിഷന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞത്തിൻ്റെ പേര് വിമുക്തി. കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് ആവശ്യമായി വരുമ്പോൾ അറിഞ്ഞോ മനഃപൂർവ്വം മറച്ചുവെക്കുകയോ നശിപ്പിക്കുകയോ മാറ്റുകയോ മനഃപൂർവ്വമോ ബോധപൂർവമോ മറ്റൊരാൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം, കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് മറയ്ക്കുകയോ നശിപ്പിക്കുകയോ മാറ്റുകയോ ചെയ്യുന്നു. തൽക്കാലം പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം സൂക്ഷിക്കുകയോ പരിപാലിക്കുകയോ ചെയ്താൽ ഡാഷ് വരെ തടവ് ശിക്ഷ ലഭിക്കും. ഓപ്ഷൻ സി 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ നീട്ടിയേക്കാവുന്ന പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി. കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് ആവശ്യമായി വരുമ്പോൾ അറിഞ്ഞോ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയോ നശിപ്പിക്കുകയോ മാറ്റുകയോ മനഃപൂർവ്വമോ ബോധപൂർവമോ മറ്റൊരാൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം, കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് മറയ്ക്കുകയോ നശിപ്പിക്കുകയോ മാറ്റുകയോ ചെയ്യുന്നു. തൽക്കാലം പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം സൂക്ഷിക്കുകയോ പരിപാലിക്കുകയോ ചെയ്താൽ ഡാഷ് വരെ തടവ് ശിക്ഷ ലഭിക്കും. 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ നീട്ടിയേക്കാവുന്ന പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി. മോഷ്ടിച്ച കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണം സത്യസന്ധമായി സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ എ ആണ് 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. മോഷ്ടിച്ച കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണം സത്യസന്ധമായി സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. നിയമത്തിലെ ഏത് വകുപ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ബഹുമാനപ്പെട്ട കോടതിയിൽ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അധികാരം നൽകുന്നത്? ഓപ്ഷൻ സി കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 50(2) പ്രകാരം. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ബഹുമാനപ്പെട്ട കോടതിയിൽ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അധികാരം നൽകുന്നത്? കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 50(2) പ്രകാരം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1 മാത്രം. ശരിയായ പ്രസ്താവന: അബ്കാരി നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഉദ്യോഗസ്ഥന് ഏതൊരു വ്യക്തിയെയും തെളിവ് നൽകാൻ വിളിച്ചു വരുത്താം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അബ്കാരി നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഉദ്യോഗസ്ഥന് ഏതൊരു വ്യക്തിയെയും തെളിവ് നൽകാൻ വിളിച്ചു വരുത്താം. NDPS ആക്ട് പ്രകാരം ഏതെങ്കിലും അറസ്റ്റും പിടിച്ചെടുക്കലും നടത്തുമ്പോൾ അറസ്റ്റിൻ്റെയും പിടിച്ചെടുക്കലിൻ്റെയും റിപ്പോർട്ട് ഉടനടി ഉദ്യോഗസ്ഥ മേധാവിക്ക് ഡാഷിനുള്ളിൽ സമർപ്പിക്കണം. ഓപ്ഷൻ സി 48 മണിക്കൂർ.
NDPS ആക്ട് പ്രകാരം ഏതെങ്കിലും അറസ്റ്റും പിടിച്ചെടുക്കലും നടത്തുമ്പോൾ അറസ്റ്റിൻ്റെയും പിടിച്ചെടുക്കലിൻ്റെയും റിപ്പോർട്ട് ഉടനടി ഉദ്യോഗസ്ഥ മേധാവിക്ക് ഡാഷിനുള്ളിൽ സമർപ്പിക്കണം 48 മണിക്കൂറിനുള്ളിൽ. എക്സൈസ് വകുപ്പിലെ 4 or 5 ജില്ലകളിൽ ഉൾപ്പെടുന്ന സോൺ ഹെഡ് ആരാണ്? ഓപ്ഷൻ സി ജോയിൻ്റ് എക്സൈസ് കമ്മീഷണർ. എക്സൈസ് വകുപ്പിലെ 4 or 5 ജില്ലകളിൽ ഉൾപ്പെടുന്ന സോണൽ ഹെഡ് ആരാണ്? ജോയിൻ്റ് എക്സൈസ് കമ്മീഷണർ. അബ്കാരി നിയമപ്രകാരം സമൻസ് അയച്ച വ്യക്തിയുടെ പ്രസ്താവന ഒരു അബ്കാരി ഓഫീസർ രേഖപ്പെടുത്തുന്നത്? ഓപ്ഷൻ സി കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 46 പ്രകാരം. അബ്കാരി നിയമപ്രകാരം സമൻസ് അയച്ച വ്യക്തിയുടെ പ്രസ്താവന ഒരു അബ്കാരി ഓഫീസർ രേഖപ്പെടുത്തുന്നത് കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 46 പ്രകാരം. അബ്കാരി നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോ വ്യക്തിയെയും അനാവശ്യ കാലതാമസമില്ലാതെ ഇവർക്ക് മുമ്പ് ഹാജരാക്കണം എന്നതിനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: അബ്കാരി ഇൻസ്പെക്ടർ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. അബ്കാരി നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോ വ്യക്തിയും അനാവശ്യ കാലതാമസമില്ലാതെ ഇവർക്ക് മുമ്പിൽ ഹാജരാക്കണം എന്നതിനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അബ്കാരി ഇൻസ്പെക്ടർ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും അബ്കാരി ഇൻസ്പെക്ടർക്ക് ജാമ്യത്തിൽ വിടാൻ കഴിയും. അത് ഡാഷ് നീട്ടാൻ പാടില്ല. ഓപ്ഷൻ ബി 3 വർഷം. തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും അബ്കാരി ഇൻസ്പെക്ടർക്ക് ജാമ്യത്തിൽ വിടാൻ കഴിയും. അത് ഡാഷ് നീട്ടാൻ പാടില്ല. 3 വർഷം. എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ താഴെ പറയുന്നതിൽ ഏതാണ് സൂക്ഷിക്കേണ്ടതും പാലിക്കേണ്ടതുമായ രജിസ്റ്ററുകൾ? ഓപ്ഷൻ സി 2, 4 മാത്രം. പ്രോസസ് രജിസ്റ്റർ, ക്രൈം രജിസ്റ്റർ. എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് സൂക്ഷിക്കേണ്ടതും പാലിക്കേണ്ടതുമായ രജിസ്റ്ററുകൾ? പ്രോസസ് രജിസ്റ്റർ, ക്രൈം രജിസ്റ്റർ. കേരള അബ്കാരി ആക്ട് പ്രകാരം മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം. ശരിയായ പ്രസ്താവനകൾ: മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകൾ എക്സൈസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ അതിനായി യഥാവിധി അധികാരപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തിക്കോ നൽകാം. 2 തരത്തിലുള്ള പെർമിറ്റുകളുണ്ട്. ഒന്ന് ജനറൽ പെർമിറ്റുകൾ, രണ്ടാമത്തേത് അബ്കാരി ആക്ട് പ്രകാരം സ്പെഷ്യൽ പെർമിറ്റുകളാണ്. ഓരോ പെർമിറ്റിലും മദ്യം കൊണ്ടുപോകാൻ അധികാരപ്പെടുത്തിയ വ്യക്തിയുടെ പേര് വ്യക്തമാക്കണം. ഓരോ പെർമിറ്റിലും പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് വ്യക്തമാക്കണം. കേരള അബ്കാരി ആക്ട് പ്രകാരം മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകൾ എക്സൈസ് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനായി യഥാവിധി അധികാരപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തിക്കോ നൽകാം. 2 തരത്തിലുള്ള പെർമിറ്റുകളുണ്ട്. ഒന്ന് ജനറൽ പെർമിറ്റുകൾ, രണ്ടാമത്തേത് അബ്കാരി ആക്ട് പ്രകാരം സ്പെഷ്യൽ പെർമിറ്റുകളാണ്. ഓരോ പെർമിറ്റിലും മദ്യം കൊണ്ടുപോകാൻ അധികാരപ്പെടുത്തിയ വ്യക്തിയുടെ പേര് വ്യക്തമാക്കണം. ഓരോ പെർമിറ്റിലും പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് വ്യക്തമാക്കണം. കേരള ഡിസ്റ്റിലറികളുടെയും വെയർഹൗസ് റൂളുകളുടെയും കീഴിലുള്ള ഡിസ്റ്റിലറിയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം പിൻവലിക്കാൻ ആർക്കാണ് അധികാരം? ഓപ്ഷൻ സി എക്സൈസ് കമ്മീഷണർ. കേരള ഡിസ്റ്റിലറികളുടെയും വെയർഹൗസ് റൂളുകളുടെയും കീഴിലുള്ള ഡിസ്റ്റിലറികളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം പിൻവലിക്കാൻ ആർക്കാണ് അധികാരം? എക്സൈസ് കമ്മീഷണർ. ബ്രൂവറി റൂളർ പ്രകാരം ബിയറിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മാൾട്ടിൽ നിന്ന് തയ്യാറാക്കിയ മദ്യത്തെയാണ് ബിയർ എന്ന് പറയുന്നത്. പഞ്ചസാരയും ഹോപ്സും ചേർത്തോ അല്ലെങ്കിൽ ധാന്യത്തിൽ നിന്ന് തയ്യാറാക്കിയ മദ്യമാണ് ബിയർ. ബിയറിൽ എ ഓർ സി പോർട്ടർ, സ്റ്റൗട്ട് എന്നിവ ഉൾപ്പെടുന്നു. ബിയർ ഒരു പുളിപ്പിച്ച മദ്യമാണ്. ബ്രൂവറി റൂളർ പ്രകാരം ബിയറിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മാൾട്ടിൽ നിന്ന് തയ്യാറാക്കിയ മദ്യത്തെ ബിയർ എന്ന് പറയുന്നത്. പഞ്ചസാരയും ഹോപ്സും ചേർത്തോ അല്ലാതെയോ ധാന്യത്തിൽ നിന്ന് തയ്യാറാക്കിയ മദ്യമാണ് ബിയർ. ബിയറിൽ എ ഓർ സി, പോർട്ടർ, സ്റ്റൗട്ട് എന്നിവ ഉൾപ്പെടുന്നു. ബിയർ ഒരു പുളിപ്പിച്ച മദ്യമാണ്. പുളിപ്പിക്കൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം വീഞ്ഞ് അരിച്ചെടുക്കുമ്പോൾ അവശേഷിക്കുന്ന അവശിഷ്ടം എന്താണ്? ഓപ്ഷൻ ബി ലീസ്. പുളിപ്പിക്കൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം വീഞ്ഞ് അരിച്ചെടുക്കുമ്പോൾ അവശേഷിക്കുന്ന അവശിഷ്ടം എന്താണ്? ലീസ്.
എക്സൈസ് വകുപ്പിലെ താഴെ പറയുന്ന ഉദ്യോഗസ്ഥരിൽ ആർക്കാണ് വാറണ്ട് ഇല്ലാതെ വീടുകളിൽ പരിശോധന നടത്താൻ കഴിയുക? ഓപ്ഷൻ സി 2, 3, 4. പ്രിവൻറ്റീവ് ഓഫീസർമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ. എക്സൈസ് വകുപ്പിലെ താഴെ പറയുന്ന ഉദ്യോഗസ്ഥരിൽ ആർക്കാണ് വാറണ്ട് ഇല്ലാതെ വീടുകളിൽ പരിശോധന നടത്താൻ കഴിയുക? പ്രിവൻറ്റീവ് ഓഫീസർമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ. കേരള അബ്കാരി ആക്ട് പ്രകാരം താഴെ പറയുന്ന അബ്കാരി ഓഫീസർമാരിൽ ആർക്കാണ് മദ്യം നിർമ്മിക്കുന്നതും വിൽക്കുന്നതും പരിശോധിക്കാൻ കഴിയുക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4. പ്രിവൻറ്റീവ് ഓഫീസർമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ, റവന്യൂ വകുപ്പിലെ ഡെപ്യൂട്ടി കളക്ടർ. കേരള അബ്കാരി ആക്ട് പ്രകാരം താഴെ പറയുന്ന അബ്കാരി ഓഫീസർമാരിൽ ആർക്കാണ് മദ്യം നിർമ്മിക്കുന്നതും വിൽക്കുന്നതും പരിശോധിക്കാൻ കഴിയുക? പ്രിവൻറ്റീവ് ഓഫീസർമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ, റവന്യൂ വകുപ്പിലെ ഡെപ്യൂട്ടി കളക്ടർ. ഏത് പ്രസ്താവനയാണ് ശരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. എല്ലാ അബ്കാരി ഉദ്യോഗസ്ഥരും അബ്കാരി കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ തൊട്ടടുത്തുള്ള മേലുദ്യോഗസ്ഥന് നൽകാൻ ബാധ്യസ്ഥരാണ്. എല്ലാ അബ്കാരി ഉദ്യോഗസ്ഥരും അബ്കാരി കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ തൊട്ടടുത്തുള്ള മേലുദ്യോഗസ്ഥന് നൽകാൻ ബാധ്യസ്ഥരാണ്. അബ്കാരി നിയമപ്രകാരം കുറ്റവാളികൾക്ക് ബാധകമായ സെക്ഷൻ ഡാഷ് പ്രകാരം വാറണ്ട് ഇല്ലാതെ പൊതുസ്ഥലത്ത് നിന്ന് മദ്യം, വാഹനങ്ങൾ മുതലായവ അറസ്റ്റ് ചെയ്യാനും പിടിച്ചെടുക്കാനും കഴിയും. ഓപ്ഷൻ ഡി സെക്ഷൻ 34. അബ്കാരി നിയമപ്രകാരം കുറ്റവാളികൾക്ക് ബാധകമായ സെക്ഷൻ ഡാഷ് പ്രകാരം വാറണ്ട് ഇല്ലാതെ പൊതുസ്ഥലത്ത് നിന്ന് മദ്യം, വാഹനങ്ങൾ മുതലായവ അറസ്റ്റ് ചെയ്യാനും പിടിച്ചെടുക്കാനും കഴിയും. സെക്ഷൻ 34. വിമുക്തി മിഷന്റെ കീഴിൽ ഇപ്പോൾ എത്ര റീജിയണൽ കൗൺസിലിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു? ഓപ്ഷൻ ബി 3. വിമുക്തി മിഷന്റെ കീഴിൽ ഇപ്പോൾ എത്ര റീജിയണൽ കൗൺസിൽ സെന്ററുകൾ പ്രവർത്തിക്കുന്നു? 3. വിമുക്തി ദൗത്യത്തിന് കീഴിലുള്ള നാർക്കോട്ടം കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4 മാത്രം. വിമുക്തി ദൗത്യത്തിന് കീഴിലുള്ള നാർക്കോട്ടം കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: ക്യാമ്പിനകത്തും പുറത്തും മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾ തടയുക, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നടത്തുകയും ചെയ്യുക, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് അവബോധം പ്രോത്സാഹിപ്പിക്കുക, മയക്കുമരുന്ന് വിരുദ്ധവുമായി ബന്ധപ്പെട്ട് നിരവധി കമ്മ്യൂണിറ്റി വിപുലീകരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നടത്തുകയും ചെയ്യുക. വിമുക്തി ദൗത്യത്തിന് കീഴിലുള്ള നാർക്കോട്ടം കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാമ്പിനകത്തും പുറത്തും മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾ നടത്തുക, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നടത്തുകയും ചെയ്യുക, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക, മയക്കുമരുന്ന് വിരുദ്ധവുമായി ബന്ധപ്പെട്ട് നിരവധി കമ്മ്യൂണിറ്റി വിപുലീകരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നടത്തുകയും ചെയ്യുക. മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറോ പാസ്വേഡോ സത്യസന്ധതയില്ലാതെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടും. ഓപ്ഷൻ ബി ഐഡൻറ്റിറ്റി മോഷ്ടിക്കുക. മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറോ പാസ്വേഡോ സത്യസന്ധതയില്ലാതെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടും. ഐഡൻറ്റിറ്റി മോഷ്ടിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1, 3. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) വകുപ്പ് ലംഘിക്കുന്നതിനാൽ സെക്ഷൻ 66(a) ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ജാമ്യം ലഭിക്കാവുന്നതുമായിരിക്കും. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) വകുപ്പ് ലംഘിക്കുന്നതിനാൽ സെക്ഷൻ 66(a) ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ജാമ്യം ലഭിക്കാവുന്നതും ആകും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.